പെൻഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയൊരു വിഷയം വന്നിട്ടുണ്ട്. അതിലെന്താണ് തുടർ നടപടി? അല്ല, സ്പാർക്കിലൂടെ നമുക്കിത് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ സാധാരണ നിലയിൽ ഒരു അധിക തുക കൈപ്പറ്റിയാൽ ആ തുക തെറ്റായി പറ്റിയതാണെങ്കിൽ അത് സർക്കാരിലേക്ക് തിരിച്ചടക്കുക എന്നുള്ളതാണ് വകുപ്പ്. പക്ഷേ അതിൽ നിർത്താൻ പറ്റുന്നതല്ല. ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. കാരണം കേരളം ഇങ്ങനെ ഒരു പ്രതിസന്ധി അഭിസംബോധന ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടിക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കും. ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശം ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കും. ഇനി ഇതിൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ ഇപ്പോൾ സ്പാർക്കിലൂടെ നമ്മൾ കണ്ടെത്തിയപ്പോഴാണല്ലോ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ ആധാറും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് റീഇംബേഴ്സ്മെൻറ്റ് മാത്രമായിരിക്കില്ല, അതിനകത്ത് അങ്ങനെ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ കർശനമായിട്ടുള്ള നടപടിയെ നേരിടേണ്ടി വരും. തുടർ നടപടികൾ എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം പോയിട്ടുണ്ട്. അതനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യും. അത് ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ